ഇനി കൊച്ചി നഗരത്തിൻ്റെ സൗന്ദര്യം നമുക്ക് ഡബിൾ ഡെക്കർ ബസ്സിൽ ഇരുന്ന് ആസ്വദിക്കാം. കൊച്ചിയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ബസ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് 5 മുതൽ രാത്രി 8 വരെയാണ് സർവീസ് നടത്തുന്നത്. അതായത് ടൂറിസം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ബസ് സർവീസ് നടത്തുന്നത്. ബസ്സിൽ ആദ്യത്തെ യാത്രയാണ്. നമ്മൾ സൂക്ഷിച്ചാണ് യാത്ര ചെയ്യുന്നത്. കാരണം നിൽക്കുകയാണ്. ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ മരങ്ങളൊക്കെ വന്ന് തലയിൽ തട്ടും. അതുകൊണ്ട് ഇരുന്ന് സുരക്ഷിതമായി യാത്ര ചെയ്യേണ്ടി വരും. 3 മണിക്കൂറാണ് ഈ യാത്ര. 300 രൂപയാണ് മുകളിലത്തെ ഡെക്കിൽ യാത്ര ചെയ്യാനുള്ള നിരക്ക്. താഴത്തെ ഡെക്കിൽ അതിനേക്കാൾ കുറവാണ്. 2 ഡെക്കിലും യാത്ര ചെയ്യാം. ഇത് 2 തരത്തിൽ ഉപയോഗിക്കാൻ കഴിയും. ഒന്ന് മുൻകൂട്ടി ബുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റ് ജന്മദിനം, വിവാഹ വാർഷികം ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് വേണ്ടിയും പ്രത്യേകം ബുക്ക് ചെയ്യാമെന്നും KSRTC അറിയിക്കുന്നുണ്ട്. അങ്ങനെ കൊച്ചി നഗരത്തിൻ്റെ സൗന്ദര്യത്തെ മറ്റൊരു തരത്തിൽ ആസ്വദിക്കാൻ ഇത് വഴിവെക്കും. ഫോർട്ട് കൊച്ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പ്രത്യേക സർവീസ് നടത്തണമെന്നുള്ള ആവശ്യമുണ്ട്. പക്ഷേ അവിടെ പ്രായോഗിക ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സർവീസ് അങ്ങോട്ടേക്ക് നടത്താതിരിക്കാനുള്ള കാരണം ഉണ്ടോ? ഇപ്പോൾ തന്നെ കാണാം. നമ്മളൊക്കെ ദൃശ്യങ്ങൾ എടുക്കാനായിട്ടൊന്ന് ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ മരച്ചിലകളൊക്കെ വന്ന് തലയിൽ തട്ടും. പക്ഷേ ഇരുന്ന് യാത്ര ചെയ്യാം. ഇതുപോലെ ഈ ആദ്യത്തെ യാത്ര ഭാഗമായിട്ട് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇനിയുള്ള യാത്രകളിൽ നമ്മൾ ഇരുന്ന് തന്നെ യാത്ര ചെയ്യണം. മുകളിലത്തെ ഡെക്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കരുത്. തിരുവനന്തപുരത്ത് മാത്രമാണ് നമ്മൾ മുൻപ് ഡബിൾ ഡെക്കറിൻ്റെ മുകളിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ കൊച്ചിയിൽ കൂടി ആ സൗകര്യം KSRTC ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എനിക്ക് ഈ യാത്ര ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് ഒന്നും കൂടി പോണമെന്നുണ്ട്. നല്ല യാത്രയായിരുന്നു. നമ്മൾ ഇത്രയും ആകാശ കാഴ്ച എന്നുള്ള പോലെ നമ്മുടെ ഈ കൊച്ചിയുടെ മുഴുവൻ ഭംഗിയും കാണുന്നത് മരങ്ങൾ ഇങ്ങനെ നീങ്ങി പോകുന്നതും അങ്ങനെ ചുറ്റുപാടുള്ള വാഹനങ്ങളും കാഴ്ചകൾ ഭയങ്കര പ്രകൃതി ഭംഗിയാണ്. കൊച്ചി സുന്ദരിയാണെന്ന് പറഞ്ഞാലും ഒന്നും പറയാനില്ല. ഇത്ര മുകളിൽ ഇരുന്നെങ്കിൽ നമുക്ക് കൊച്ചിയുടെ സൗന്ദര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എഴുന്നേറ്റ് എന്ന പ്രശ്നം അതൊരു കുഴപ്പമാണ്. അത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തണം. എന്ന് വെച്ചാൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ നമ്മുടെ തലയിൽ ചെറുതായിട്ട് മുട്ടുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് KSRTC ശ്രദ്ധിച്ചാൽ നല്ലതായിരുന്നു. എന്തായാലും യാത്ര നല്ല യാത്രയായിരുന്നു. മരങ്ങളൊക്കെ നമ്മുടെ തലയിൽ മുട്ടുന്ന രീതിയിലാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അത് പൊട്ടിച്ച് നമ്മൾ നോക്കിയായിരുന്നു. പക്ഷേ ആ ടാറിങ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 1.5 അടി റോഡ് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കമ്പ് ലൈൻ അതൊക്കെ കുഴപ്പമാകുമെന്ന് തോന്നുന്നുണ്ട്. പൊട്ടിച്ചിക്ക് കാരണം പോകാൻ സാധ്യതയില്ല. എങ്കിലും തോപ്പുംപടി നമ്മുടെ കളമുക്കൊന്നും കുഴപ്പമില്ല. പിന്നെ സിറ്റിക്കുള്ളിൽ MG റോഡ് റിസർവേഷൻ അനുസരിച്ച് അത് ഫില്ല് ചെയ്തിട്ടായിരിക്കും യാത്ര നടത്തുന്നത്. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഉത്തരമോളെ പോലെ നാളെ മുതൽ നിങ്ങൾക്കും ഈ ഡബിൾ ഡെക്കർ ബസ്സിലെ യാത്ര ആസ്വദിക്കാൻ കഴിയും. വിനു തോമസിനൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.